ഹായ് ഹലോ. ഇന്ന് ഞാനാണെങ്കിൽ ഒരു ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് സ്ലോ ആണ്, എന്നാലും ഒരു നൈറ്റ് റൊട്ടീൻ എന്ന് പറയുമ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം കണ്ണിൽ എഴുതിയേക്കുന്ന കരിയൊക്കെ ഒന്ന് പോകും. പിന്നെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലോത്തിനേക്കാളും പെട്ടെന്ന് നമ്മുടെ ഫേസിലുള്ള ഡേർട്ടൊക്കെ വരുന്നത് അറിയാൻ പറ്റും. നല്ലതായിട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് കഴുത്തും കൂടെ ക്ലീൻ ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫേസിലും കഴുത്തിലും കൂടെ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മോർണിംഗും നൈറ്റും ഇടാറുണ്ട്. ഹിമാലയയുടെ ഒരു സെറമാണ്, അത് തീരാറായി ആക്ച്വലി. ഞാനതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അബ്സോർബ് ആവുന്നിടം വരെ എനിക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഞാൻ ഇങ്ങനെയാണ് ബേസിക്കലി ചെയ്യാറുള്ളത്. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് അബ്സോർബ് ആകുന്നിടം വരെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കഴുത്തിലും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ കഴുത്തിലും കൂടെ ഒന്ന് ചെയ്തിട്ട് അത് ആയോ എന്ന് ഞാൻ നോക്കും. അത് ഇടുമ്പോഴത്തേനും ഒരു ഫ്രഷ്നെസ് പോലെ ഫീൽ ചെയ്യും എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനത് കഴിഞ്ഞ ഉടനെ ഫേസിലൊരു മോയ്സ്ചറൈസർ ഇടും. പോൺസിൻ്റെ ഹൈലറാണിക് ജെല്ലില്ലേ, അതാണ് ഞാൻ എപ്പോഴും ഇടുക. അതിടുമ്പോൾ ഫേസ് ഭയങ്കര ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയതുപോലെ തോന്നും. അത് തന്നെ അപ്ലൈ ചെയ്തിട്ട് അതും കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും നന്നായിട്ട്. അതും അബ്സോർബ് ആവുന്നിടം വരെ ഫേസിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. രാത്രി കിടക്കുമ്പോഴേ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. സെറവും യൂസ് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുണ്ട്. ആ ചെയ്യുന്നതെല്ലാം ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ഫേസിൽ ചെയ്യുമ്പം അതിൻ്റെ കൂടെ നെക്കും ഇയറും ആക്ച്വലി ചെയ്യേണ്ടതാണ്. ഞാൻ നെക്കിലാണ് ചെയ്യുന്നത്. ഫേസ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ലിപ് കെയർ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൊറോലിൻ്റെ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ലിപ്പ് അപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. കളർ ചേഞ്ചസ് നമുക്ക് കാണും. ഇപ്പോൾ ബ്ലാക്ക് കളറൊക്കെ ഉള്ള ലിപ്സ് ആണെങ്കിൽ അത് നന്നായിട്ട് മാറി ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയാണ്. ഫേസും ലിപ്പും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെയർ ആണ്. ഞാനൊന്ന് കോംബ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് വുഡൻ കോംബാണ്. ഹെയർ ഫോളൊക്കെ കുറേ എന്നെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. സാധാരണ പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. പിന്നെ ഹെഡ് മസാജ് ഡെയിലി ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് കാണിക്കുന്നത്. പിന്നെ ഞാൻ മുടി പിന്നിയിട്ടാണ് ഇടയ്ക്ക് കെട്ടൽ. ഇപ്പോൾ മുടി വെട്ടിയതുകൊണ്ട് അത്ര നീളമൊന്നുമില്ല, എന്നാലും ഞാൻ പിന്നി കെട്ടിക്കൊണ്ട് കിടക്കാൻ നോക്കാറുണ്ട്. വളരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടുന്നത് ആക്ച്വലി, പക്ഷേ അങ്ങനെ വളരുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും നീളം കുറവ് തന്നെയാണ് കുറേ. എന്നാലും ഞാൻ കുറേ ശ്രദ്ധിക്കും. എനിക്കിഷ്ടമാണ് നീളമുള്ള മുടി, പക്ഷേ വളരാറില്ല. എന്നെപ്പോലെ ഇത്രയും ശ്രദ്ധിച്ചിട്ട് മുടിയൊക്കെ വളരാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് എന്താ ഇനിയിപ്പോൾ പറയേണ്ടതെന്നറിയില്ല. കാരണം ഞാൻ അപ്പം ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട്